രാവിലെ പതിവ് സമയത്തിന് അമ്പലത്തിയതിനു ശേഷം ശ്രീകോവിൽ തുറക്കാൻ കയറിയപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ എവിടെ നിന്നും അറിയാതെ ഒരു മഴ വന്നു കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ എത്ര മഴയാണെങ്കിൽ വെയിലും നമ്മളെ കർമ്മം നമ്മൾ ചെയ്തേ പറ്റും. കുടയില്ലാത്തതുകൊണ്ട് കൈ കിട്ടിയ പാത്രത്തെ തലയ്ക്ക് വെച്ച് അങ്ങ് ഇറങ്ങി. അഭിഷേകം കഴിഞ്ഞതിന് ശേഷം പതിവ് വഴിപാടുള്ള അരിയും കഴുകി അടുപ്പത്തിന് ശേഷം നേരെ ഇറങ്ങി. അത് കഴിഞ്ഞ് ഇന്ന് ദേവിക്ക് ചാർത്താനുള്ള സാരി ഞൊറിഞ്ഞെടുക്കാൻ തുടങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് നവരാത്രി മഹോത്സവത്തിന് 1-ാം ദിവസമാണ് കേട്ടോ. അതിന്റെ ഒരുക്കങ്ങൾ കണ്ടതിന് ശേഷം ഉച്ചപൂജ കഴിഞ്ഞ് നട അടച്ചു കേട്ടോ. മഴയൊന്നും മാറി ഇപ്പൊ നമ്മൾ സൂര്യൻചേട്ടൻ ഇന്ന് നല്ല ചൂടിലാട്ടോ. സൂര്യൻചേട്ടന്റെ ചൂട് താങ്കൾ ത്രാണിയില്ലാത്തത് കൊണ്ട് ഞാൻ മാറി നടന്നു കേട്ടോ. അമ്പലത്തിൽ നിന്ന് നേരെ ഇറങ്ങി മഠത്തിലോട്ടോ പോകുന്നത്. വന്നോണം തന്നെ ഇന്ന് നവരാത്രി സ്പെഷ്യൽ ആയിട്ട് ഒരു പടം അങ്ങ് വരയ്ക്കാൻ തുടങ്ങി കേട്ടോ. ആദ്യം തന്നെ ലൈറ്റ് ആയിട്ട് വരച്ചതിന് ശേഷം പിന്നെ ഡാർക്ക് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ പടത്തിന്റെ ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സുഹൃത്തുക്കളെ, അപ്പം ഞാനൊരു പടം വരച്ചിട്ടുണ്ട്. ആരെയാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും, കാരണം നവരാത്രിയാണ്. അപ്പൊ ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ആരാണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചില കാരണങ്ങൾ കാരണം ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അത് എല്ലാവരും എന്നോട് ക്ഷമിക്കാം. പേഴ്സണലി കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അതുപോലെ ഇന്നലെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടുണ്ടായിരുന്നു. പനിയായിരുന്നു, ജലദോഷവും ഛർദ്ദിലും എല്ലാം വോമിറ്റിംഗ് എല്ലാം പ്രശ്നങ്ങളായിരുന്നു. ഞാൻ രാവിലെ അമ്പലം കഴിഞ്ഞ് വന്ന് കിടന്നു. വൈകിട്ട് 4-3 മണിയായപ്പോഴേ ഉറക്കം എണീച്ചത്. അപ്പോൾ ഒട്ടും വയ്യായിരുന്നു. ഇതിന്റെ ബാക്കി പെയിന്റിങ് വീഡിയോ എല്ലാം നാളെ വരുന്നതായിരിക്കും. പെയിന്റ് അടിക്കാനുള്ള ആരോഗ്യമൊന്നും ഇല്ല, വയ്യ. അപ്പോൾ നാളെ അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ വീഡിയോസ് ഉണ്ടായിരിക്കും. ഇനി ഫുഡ് കഴിക്കണം, അപ്പോൾ ഡ്രസ്സൊക്കെ മാറണം. അപ്പോൾ ഡ്രസ്സ് മാറി വന്നിട്ടുണ്ട്. ഇനി നേരെ ഫുഡ് കഴിക്കാൻ പോയാണ്. അങ്ങനെ നേരെ മടത്തി ഇറങ്ങി കേട്ടോ. ശരവണ ഭവനിൽ പോയി ഫുഡ് കഴിക്കുന്ന വിചാരിച്ചു. പക്ഷെ പോകുന്ന ലുലു വഴി ആയതുകൊണ്ട് മൈൻഡ് മാറ്റി നേരെ ലുലുലോട്ട് കയറി കേട്ടോ. അന്നോണം ലുലു ഹൈപ്പറിലോട്ടും കയറി കേട്ടോ. അവിടെ നേരെ ഹോട്ട് ഫുഡ് പേജിൽ കയറി കേട്ടോ. അവിടെ നിന്ന് വെജ് ബിരിയാണി മേടിച്ച് നേരെ 3rd ഫ്ലോറിലുള്ള സെൽഫി ടീ പോയി നേരെ ഒരു ബ്ലാക്ക് ടീ മേടിച്ചിട്ടോ. നമ്മളെ കട്ടൻ ചായ കേട്ടോ. അവിടെ നേരെ ഇറങ്ങി നേരെ കരിക്കത്തുള്ള ചാമുണ്ഡി ക്ഷേത്രത്തിലോട്ട് പോയി. അമ്പലത്തിൽ വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ഇങ്ങോട്ട് വരാൻ പോലും പറ്റിയിട്ടില്ല കേട്ടോ. ഒന്നും വിചാരിക്കും ഇങ്ങോട്ട് കയറണമെന്ന്, പക്ഷെ പറ്റാറില്ല കേട്ടോ. അപ്പൊ ഇന്നാട്ടോ അവസരം കിട്ടി. അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തോടെ ഭാഷയിൽ പറഞ്ഞു എന്റെ കരിക്കത്ത് അമ്മച്ചിയുടെ തിരുനാളിൽ കുറച്ച് ഇരുന്നതിന് ശേഷം ഞാൻ അങ്ങ് ഇറങ്ങി കേട്ടോ. അങ്ങനെ നേരെ അമ്പലത്തിൽ എത്തി കേട്ടോ. മടത്തി എത്തിയ ഉടനെ ഡ്രസ്സ് പോലും മാറ്റാതെ ബിരിയാണി കഴിക്കാൻ തുടങ്ങി കേട്ടോ. കാരണം വയറ്റിൽ നിന്ന് വെളി തുടങ്ങിയിട്ട് കുറെ നേരം. അപ്പൊ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.